നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച നടന്ന UAE മന്ത്രിസഭാ യോഗത്തിൽ അതിനിർണായകമായ തീരുമാനമാണ് UAE കൈക്കൊണ്ടിരിക്കുന്നത്. വിദേശ കയറ്റുമതി 50% വർദ്ധിപ്പിക്കുക എന്ന നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് UAE. ഇതിനു മുന്നോടിയായി വിദേശ വ്യാപാരത്തിനായി 25 പുതിയ അന്താരാഷ്ട്ര വിപണികളിൽ UAE അവരുടെ സാന്നിധ്യം അറിയിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര വിപണികൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പ്രാവർത്തിക പദത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് കയറ്റുമതി 50% വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. എണ്ണ ഇതര വ്യാപാരം പ്രതിവർഷം 1.5 ട്രില്യൺ കവിയുകയുണ്ടായി. 400 അന്താരാഷ്ട്ര നഗരങ്ങളിലായി ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കുടെ വിദേശ വ്യാപാര മത്സര സൂചകങ്ങളിൽ ആദ്യ 20 രാജ്യങ്ങളിലാണ് UAEയുടെ സ്ഥാനം എന്നത് ശ്രദ്ധേയം. കൂടാതെ എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ GDPയുടെ 70%-ലേറെയാണ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഫെഡറൽ പ്രാദേശിക തലങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ഭാവിയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അന്താരാഷ്ട്ര കേന്ദ്രമായി UAE പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പുതിയ ഗവേഷണ വികസന മേഖലയ്ക്ക് സഹായധനം നൽകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. GDPയുടെ 1.3% ഗവേഷണത്തിനും വികസനത്തിനുമായി ചിലവഴിക്കുന്ന മേഖലയിലെ ആദ്യ അറബ് രാജ്യമാണ് UAE. ആഗോളതലത്തിൽ മത്സരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു. 2.5 ലക്ഷത്തോളം പേർ അംഗങ്ങളായ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ വ്യാപാര വ്യവസായ കൂട്ടായ്മയായ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നവീകരണത്തിന് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകിയിരുന്നു. ചേംബർ ഓഫ് ട്രേഡ്, ചേംബർ ഫോർ ഇന്റർനാഷണൽ ഇൻഡസ്ട്രി, ചേംബർ ഫോർ ഡിജിറ്റൽ എക്കോണമി എന്നിങ്ങനെ 3 വിഭാഗങ്ങളായാണ് ചേംബറിന്റെ പുതിയ ഘടന. ചേംബറിന്റെ പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.